അപ്പൊ അർശിൽ കൊണ്ടുപോയി ആ ആത്മാവിനെ രേഖപ്പെടുത്തി ഇയാളുടെ മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് വെക്കുന്നു. ആ ഖബറിലേക്ക് വീണ്ടും മടക്കപ്പെടുകയാണ്. ഈ വിനീതൻ ഇന്നലെ ആ ഭാഗം ചർച്ച ചെയ്തതാണ്. സാലിഹായ മയ്യത്താണെങ്കിൽ, സാലിഹായ മനുഷ്യനാണെങ്കിൽ അവർക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല. അവർ തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ മറുപടി പറയും അത്രേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുൻകർ നക്കീറാണ് ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്നതെങ്കിൽ ഇന്ന് നാം മദ്രസകളിൽ പഠിച്ച മുൻകർ നക്കീറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. എത്ര പ്രഭാഷണങ്ങളിലൂടെ മുൻകറിനെയും നക്കീറിനെയും നാം ചർച്ച ചെയ്താൽ മുൻകർ ആരാണ്, നക്കീർ ആരാണെന്ന് നമുക്ക് എന്ത് പരിചയമാണുള്ളത്. അതുകൊണ്ട് ഈ വിനീതൻ എല്ലാ സദസ്സിലും പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പള്ളത്തുകാര് കേട്ട് കാണില്ല. ആരാണ് മുൻകർ നക്കീർ എന്ന് പറയട്ടെയോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തട്ടിയിട്ട് അവിടുത്തെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ്, ഉമറേ കൈഫ അന്ത യാ ഉമർ ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റുഇൻ ഫീ ദിറാഇൻ ഫറഅയ്ത മുൻകറൻ വനകീറാ. വീരശൂര പരാക്രമിയാണ് ഉമർ അൽ ഫാറൂഖ്. ആരെയും ഭയപ്പെടാത്ത വ്യക്തിയാണ്. ധർമ്മം എന്ന രണ്ടക്ഷര ലോകത്തിന്റെ മുന്നിൽ നീതി എന്ന പടവാളിന്റെ പേരിന്റെ ഉടമയായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായിയും താങ്ങും തണലുമായ പരസ്യമായി കഅബയുടെ ഖില്ല പിടിച്ച് ഷഹാദത്ത് ഉരുവിടാനുള്ള ചങ്കൂറ്റം കാട്ടിയ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഉമറേ ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് അള്ളാന്റെ റസൂൽ നേതൃത്വം നൽകിയ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ചാരിയിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉമറിനെ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഉമറേ നീ മരണപ്പെട്ടാൽ ആറടി മണ്ണിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ, 4 ഖബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ, ഇന്നലെ ഖബറിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ഖബറൊന്ന് കാണണം എന്നൊരു ഭൂതി ഉണ്ടായെങ്കിൽ ഇന്ന് ആ ഖബറ് കുഴിച്ചിട്ടുണ്ട്. ആ ഖബറ് കണ്ട എത്ര സഹോദരിമാരാണ്. ഈ ഹദീസ് ഒന്ന് കേൾക്കണേ, അയവിറക്കണേ. ആ ഖബറിലേക്കൊന്ന് നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് ഉമറിനോട് പറയുകയാണ്, ഉമറേ 4 അല്ലെങ്കിൽ 6 ഖബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ കാണുമ്പോ കൈഫ അന്ത യാ ഉമർ, ഉമറേ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ. ഉടനെ ഉമർ ഫാറൂഖ് പറയുകയാണ്, വമാ മുൻകറും വനകീറുൻ യാ റസൂലല്ലാഹ്. പരിശുദ്ധ പ്രവാചകന്റെ തണലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വലം കൈയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാമായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് ആരാണ് മുൻകർ നക്കീർ എന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് മദ്രസകളിൽ പഠിക്കുമ്പോൾ മുൻകറിനെയും നക്കീറിനെയും കുറിച്ച് പഠിക്കുന്നവരാണ്. ആ ഖായിദ മടക്കി വെച്ചിട്ട് വർഷങ്ങളായി 6-ാമത്തെ വയസ്സിൽ മദ്രസയിൽ പോയി മുൻകറിനെ കുറിച്ച് നക്കീറിനെ കുറിച്ചും കേട്ടവരാണ്. ഇന്നേ വരെ മുൻകർ ആരാ നക്കീർ ആരാന്ന് നമുക്കൊരു ബോധവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫറഅയ്ത മുൻകറൻ വനകീറാ, മുൻകറിനെയും നക്കീറിനെയും നീ കാണുമ്പോ നിന്റെ അവസ്ഥ എന്താണ് ഉമറേ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വമാ മുൻകറും വനകീറുൻ യാ റസൂലല്ലാഹ്. ആരാണ് മുൻകർ നബിയെ, ആരാണ് നക്കീർ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതേപോലുള്ള 6 അടി മണ്ണിനകത്തേക്ക് പലക നിവർത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും സലാം ചൊല്ലി നമ്മെ ഒറ്റയ്ക്ക് ആ ഹൈദറോസ് പള്ളി കമ്മിറ്റിയുടെ ശ്മശാനത്തിലാക്കിയിട്ട് മടങ്ങി പോകുമ്പോ 2 പേര് കടന്നു വരികയാ യബ്ഹുസാനിൽ അർള ബിഅൻയാബിഹിമാ. ചിരിച്ചുകൊണ്ടല്ല വരുന്നത്, നർമ്മം പറഞ്ഞുകൊണ്ടല്ല വരുന്നത്, സല്ലപിച്ചുകൊണ്ടല്ല വരുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, യബ്ഉസാനിൽ അർള ബിഅൻയാബിഹിമാ. ആ മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ കൊമ്പുപോലെ വലിയ 2 പല്ല് നീളത്തിലുണ്ടത്രേ. രക്തരക്ഷസ് സിനിമ കണ്ട് പേടിക്കുന്ന എന്റെ സഹോദരി, ഡ്രാക്കുള കണ്ട് പേടിക്കുന്ന സഹോദരി, ഒരു ഖബറിനകത്ത് നിന്ന് ഒരട്ടഹാസത്തോടെ, ഒരു ഫിലിമിലൂടെ, കേവലം ഒരു 3D
സ്ക്രീനിലൂടെ ഏതെങ്കിലും ഒരു കോലാഹലങ്ങളെ ശബ്ദവീചികളിലൂടെ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ മനുഷ്യനെ പേടിപ്പിക്കുന്ന നാടകങ്ങളും കലാവേദികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോ അത് കണ്ടിട്ട് പേടിച്ചു പോകുന്ന മനുഷ്യ മക്കളെ, ഇതെല്ലാം ഒരു ഉപകരണം മാത്രമാ. ഇതെല്ലാം നശിച്ചു പോകുന്ന കുതന്ത്രമാണ്. ഇതെല്ലാം ഒരു ലൈറ്റിന്റെ പിന്നിലുള്ള പ്രവർത്തനമാണ്. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ സംഭവിക്കുന്നതാണ്. കറണ്ട് കട്ടായി പോയാൽ അത് നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് അറ്റാക്ക് വന്നു പോയാൽ ആ രക്തരക്ഷസിന് ചലിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ, കാഴ്ചവെക്കാൻ കഴിയില്ല. അതെല്ലാം കളിയാണ്, ചിരിയാണ്, തമാശയാണ്. 50 or 100 റുപ്യ കൊടുത്താൽ കാണാൻ കഴിയുന്ന കേവലം ഒരു വിനോദം മാത്രമാണ്. ണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറിന്റെ മുഖത്ത് തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറേ, 6 അടി മണ്ണിനകത്തേക്ക് നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകർ ആരെന്നറിയോ, നക്കീർ ആരെന്നറിയോ? അവരുടെ മുന്നിൽ 2 വലിയ പല്ലുകൾ തള്ളി നിൽക്കുമത്രേ. അത് തേറ്റപ്പല്ലാണ്. ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് വരുന്നത്. എത്ര വലിയ പർവ്വത സാനുക്കളും നിമിഷ നേരം കൊണ്ട് പൊക്ലൈനിലൂടെയും JCB-യിലൂടെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ 21ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുകയും ആ സായം സന്ധ്യയിൽ നാം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം യന്ത്രങ്ങൾ മാത്രമാണ്, മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മനുഷ്യന് കൈകടത്താൻ കഴിയാത്ത ഒരു ലോകത്തേക്കാണ് മനുഷ്യ ഞാനും നിങ്ങൾ പോകുന്നത്. നമ്മെ മാടി വിളിക്കുന്നത് 6 അടി മണ്ണാണ്, 6 അടി മണ്ണാണ്. മനുഷ്യൻ കുഴിക്കുന്ന കുഴിയാണ്. ആ കുഴിയൊന്നും സംസാരിക്കുന്നില്ല, കുഴി ചലിക്കുന്നില്ല, കുഴിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ആ കുഴി പ്രകമ്പനം കൊള്ളുമത്രേ, ആ കുഴി തീയായി മാറുമത്രേ, ആ കുഴി പാമ്പായി മാറുമത്രേ, ആ കുഴി നെരുപ്പായി ഉയരുമത്രേ, ആ കുഴി ഞെരിക്കുമത്രേ, ആ കുഴി ഇടങ്ങേറിന്റെ കാഹളം മുഴക്കുമത്രേ. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയുവോ? മനുഷ്യ, 6 അടി മണ്ണിനകത്ത് നിന്റെ സഹോദരനെ കൊണ്ട് കിടത്തിയിട്ട് ആ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് 6 അടി മണ്ണിന്റെ പരിസരത്ത് നിന്ന് 7 ചുവട്ടടി നീ പിറകോട്ട് മാറേണ്ട താമസം. ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടതാ 2 പേര് കടന്നു വരികയാ. വെറുതെയല്ല. അവരുടെ പിൻഭാഗത്തും മുടി ജട പിടിച്ച് കിടക്കുകയാണ്. കാലിന്റെ താഴ്ഭാഗത്തോളം നീളത്തിൽ കിടക്കുന്ന മുടികളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കടന്നു വരിക. വെറുതെയല്ല, വെറുതെയല്ല. അസ്വാതുഹുമാ കറഅദിൽ ഖാതിഫ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലത്തോടെയാണ് സഹോദരാ 15 കോടിക്ക് മുകളിലുള്ള സൂര്യന്റെ ആഘാതം സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ചവനെ ഒരു മഴ വേണമേ, ഒരു തുള്ളി മഴ കൊണ്ട് ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ എന്ന് നിലവിളിച്ച് 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 ദിനരാത്രങ്ങൾ റബ്ബിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ കാർമേഘം കൂടുകയാണ്. അവന്റെ വിളി അല്ലാഹു കേട്ടിരിക്കുകയാണ്. അവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ പോവുകയാണ്. കാർമേഘം മെല്ലെ കൂടുകയാണ്, ഇരുണ്ട് മൂടുകയാണ്, മിന്നൽ പൊള്ളുകയാണ്. മിന്നൽ പ്രളയത്തിലൂടെ അതാ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദ കോലാഹലങ്ങളിലൂടെ മനുഷ്യൻ പേടിച്ചു പോവുകയാണ്. ഇടിമുഴക്കത്തിലൂടെ മനുഷ്യൻ അതാ അവന്റെ ടിവിയുടെ സ്വിച്ച് ഓഫ് ആക്കുന്നു, ഫോണിന്റെ സ്വിച്ച് മാറ്റി വെക്കുന്നു, മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. മക്കൾ ഉമ്മാന്റെ ഒക്കത്തിലേക്ക് ഓടി വരികയാണ്. വാതിലുകളും ജനാലകളെല്ലാം കൊട്ടിയടക്കുകയാണ്. ലോകം അവസാനിക്കുകയല്ല, ലോകത്തിന് അന്ത്യം സംഭവിക്കുകയല്ല, മഴ പെയ്യാൻ പോവുകയാണ്. മഴയ്ക്ക് മുന്നോടിയായ ഒരു ഇടിമുഴക്കം മാത്രമാണ് വാനിൽ കേൾക്കുന്നത്. ആ ഇടിമുഴക്കം കേൾക്കാൻ മനുഷ്യ നമുക്ക് സാധ്യമല്ല, നമുക്ക് സാധ്യമല്ല. മനുഷ്യൻ പേടിച്ചു പോകുന്നുവെങ്കിൽ ആ ഖബറിനകത്ത് ഇടിമുഴക്കത്തേക്കാൾ ഘോര ശബ്ദം മുഴക്കിക്കൊണ്ടാണ് 2 പേര് മെല്ലെ കടന്നു വരുന്നത്. അസ്വാതുഹുമാ കറഅദിൽ ഖാതിഫ്. ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലങ്ങളോടെ 2 പേര് കടന്നു വരികയാണ്. അബ്സാറുഹുമാ കൽബർഖിൽ ഖാസിഫ്. മിന്നൽ പോലുള്ള പ്രകാശമാണ് അവരുടെ കണ്ണിന്റെ ഇമകളിലൂടെ ഗർജിച്ച് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മിന്നൽ വേഗത്തിൽ അവരതാ തന്റെ അരികിലേക്ക് കടന്നു
കടന്നു വരികയാ. വെറുകൈയോടെയല്ല, വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുമായിട്ടാണ് കടന്നു വരിക. ഒരു കയ്യിൽ ഒരാളിന്റെ ഒരു കയ്യിൽ ഇരുമ്പിന്റെ ദണ്ഡുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ഡുണ്ട്. ആ ഇരുമ്പിന്റെ ദണ്ഡിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൗ ളുരിബ ബിഹാ ജബലുൻ ലസാറതു തുറാബാ ഔ റമീമാ. എത്ര വലിയ ഉഹദിന്റെ മല നാം കണ്ടവരാണ്, എത്ര വലിയ പർവ്വതങ്ങൾ കണ്ടവരാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലകളിലൂടെ എത്രയോ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി മലയുടെ മുകളിലേക്ക് കയറി നൃത്തം ചവിട്ടുന്ന ചെറുപ്പക്കാരികളെ, എത്രയെത്ര മലകളാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി മലയുടെ മുനമ്പിൽ കയറി നിന്ന് കിലോമീറ്ററുകൾ താഴേക്ക് എടുത്തു ചാടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല. നിന്റെ ലവ് മാരേജ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, നിന്റെ കാമഭ്രാന്തത്തിന് പരിഹാരം കാണാൻ എത്രയെത്ര മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നുവെങ്കിൽ ഈ മലകളെ നിനക്ക് അള്ളാഹു നൽകിയത് എന്തെന്നറിയുവോ? നാളെ നിന്നെ ഖബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകറിന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ആ ദണ്ടുണ്ടല്ലോ, ആ ദണ്ട് കൊണ്ട് ഈ മലയുടെ മുകളിൽ അങ്ങാനും ഒന്നടിച്ചാൽ ലസാറതു തുറാബാ ഔ റമീമാ, അത് ഭസ്മമായി പോകുമത്രേ, ധൂളികളായി പോകുമത്രേ, മണൽ തരികളായി പറന്നു പോകുമത്രേ. അത്രത്തോളം കടുപ്പമേറിയ ഇരുമ്പിന്റെ ദണ്ഡുമായി ഈ 80 കിലോ മനുഷ്യന്, ഈ ചോറ് തിന്നുന്ന മനുഷ്യന്, ഈ പത്തല് കഴിക്കുന്ന മനുഷ്യന്, ഈ റൊട്ടി തിന്നുന്ന മനുഷ്യന്, ഈ ഫ്രൂട്ട്സ് തിന്നുന്ന മനുഷ്യന്, ഈ 100 കിലോ ഉള്ള മനുഷ്യനെ, അല്ലെങ്കിൽ ഏറിയാൽ 120 കിലോ അല്ലെങ്കിൽ 500 കിലോ ആണെന്നിരിക്കട്ടെ, നിന്റെ മയ്യത്തിന്റെ അരികിലേക്ക് അവർ കടന്നു വരികയാ. അവർ കടന്നു വന്നുകൊണ്ട് ഉറക്കം മതിയാക്കടോ, ഉറക്കം മതിയാക്കടോ, എഴുന്നേക്കടോ, എഴുന്നേക്കടോ, എഴുന്നേക്കടോ എന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന മയ്യത്തിനെ വിളിച്ചുണർത്തുമ്പോ 2 ഭീകര ജീവികൾ നിൽക്കുകയാണ്. ഒരാൾ കാലിന്റെ ഭാഗത്ത്, മറ്റൊരാൾ തലയുടെ ഭാഗത്ത്. നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണടാ നിന്റെ റബ്ബ്? ഫയഖൂലു, അവൻ പറയുകയാണ്, ഹാ ലാ അദിരി ലാ അദിരി ലാ അദിരി. നമസ്കാരമില്ലാത്ത ചെറുപ്പക്കാരാ, നീ മരിച്ചു പോയാൽ ഖബറിനകത്ത് ഈ ചോദ്യത്തിന് മറുപടി നീ പറയുന്നത് ലാ അദിരി, എനിക്കറിയില്ല. എന്താണത്? ആരാണത്? എന്താണത്? എങ്ങനെയാണത്? ആരാണത്? ആരാണ് റബ്ബ്? ഫയഖൂലു ലാ അദിരി. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ അറിയില്ല. ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ അറിയില്ല. ആരാണ് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെന്ന് ചോദിക്കുമ്പോ ഫയഖൂലു ഹാ ലാ അദിരി ലാ അദിരി, അറിയില്ല എന്ന് പറയുമ്പോ മാലാഖമാരുടെ നിറം മാറുകയാണ്, അവരുടെ സ്വഭാവം മാറുകയാണ്, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണോ ആ ഉദ്ദേശത്തിലേക്ക് അവർ കടക്കുകയാണ്. അത് വെച്ച് അവനെ അടിക്കുകയാണ്, അവനെ പ്രഹരിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്.